പ്രിയ നിറഞ്ഞവരെ, വചന പഠന പാരായണത്തിൻ്റെ 46-ാം ദിനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നേ ദിവസം പുറപ്പാടിൻ്റെ പുസ്തകം 30-31 അധ്യായങ്ങളും ലേവ്യരുടെ പുസ്തകം 22-ാം അധ്യായവും 115-ാം സങ്കീർത്തനവുമാണ് നമ്മൾ പഠനത്തിനും വിചിന്തനത്തിനുമായിട്ട് നമ്മൾ എടുക്കുന്ന വചനഭാഗം. പുറപ്പാടിൻ്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ ധൂപപീഠത്തെക്കുറിച്ചും അഭിഷേക തൈലത്തെക്കുറിച്ചും വിവരിക്കുന്നു. ആദ്യ ഭാഗത്ത് തലമുറ തോറും അനുഷ്ഠിക്കേണ്ട ചില അനുഷ്ഠാനങ്ങളെക്കുറിച്ച് വിവരിക്കുകയാണ്. ഒന്നാമത്, ധൂപപീഠത്തിന്മേൽ വിളക്കുകാലുകൾ ഒരുക്കുമ്പോൾ പരിമളദ്രവ്യങ്ങൾ പുകയ്ക്കണമെന്ന് ഉള്ള ഒരു നിയമം തലമുറ തോറും നൽകുന്നു. രണ്ടാമത്തെ നിയമം, ഇസ്രായേലിൽ മഹാമാരി ഉണ്ടാകാതിരിക്കാൻ ഓരോരുത്തരും ഒരു നിശ്ചിതമായ തുക മോചനദ്രവ്യമായി കർത്താവിന് സമർപ്പിക്കണം. ഇസ്രായേലിൽ നിന്ന് പാപപരിഹാര തുക സ്വീകരിച്ച് സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷയ്ക്കായി നൽകണം. മൂന്നാമത്തെ കൽപ്പന, അഹറോനും പുത്രന്മാർക്കുമുള്ള തലമുറയ്ക്കുമുള്ള എന്നേക്കുമായുള്ള കൽപ്പനയാണ്. അവർ സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുകയോ ശുശ്രൂഷയ്ക്കായി ബലിപീഠത്തെ സമീപിക്കുകയോ ചെയ്യുമ്പോൾ കൈക്കാലുകൾ കഴുകി ശുദ്ധി വരുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി നിറഞ്ഞവരെ, ഈ വചനഭാഗങ്ങൾ ലേവ്യരുടെ പുസ്തകം 22-ാം അധ്യായത്തിലെ വചനഭാഗങ്ങളെല്ലാം തന്നെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വിശുദ്ധി, ശരീരവിശുദ്ധിയോടൊപ്പം തന്നെ ഒരു ആന്തരിക വിശുദ്ധിയെക്കുറിച്ചും ഇത് പ്രതിപാദിക്കുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 30-ാം അധ്യായത്തിലെ 2-ാം ഭാഗത്ത് അഭിഷേക തൈലം എങ്ങനെ ഉണ്ടാക്കാമെന്ന് വിവരിച്ചിരിക്കുന്നു. ഈ അഭിഷേക തൈലം കൊണ്ട് സമാഗമ കൂടാരവും സാക്ഷ്യപീഠവും അഭിഷേകം ചെയ്യണമെന്ന് കർത്താവ് മോശയോട് അരുളി ചെയ്തു. 2-ാം ഭാഗത്ത് ധൂപാർപ്പണത്തിനുള്ള വിശുദ്ധമായ സുഗന്ധദ്രവ്യം ഉണ്ടാക്കുന്ന വിധം കൂടി വിവരിച്ചിരിക്കുകയാണ്. നിറഞ്ഞവരെ, പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 30-ാം അധ്യായത്തിൽ അഭിഷേകത്തെ തൈലത്തെക്കുറിച്ചും ധൂപപീഠത്തെക്കുറിച്ചുള്ള വചനങ്ങളിലൂടെ എന്തുമാത്രം വിശുദ്ധിയിൽ ഈ അഭിഷേക തൈലവും സുഗന്ധദ്രവ്യവും ധൂപപീഠങ്ങൾ ഉപയോഗിക്കണമെന്ന് കർത്താവ് വ്യക്തമായി വചനങ്ങളിലൂടെ ഇസ്രായേൽ ജനത്തിന് ഇതാ പറഞ്ഞു കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ബലിപീഠത്തെ സമീപിക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ കാഴ്ചയായിട്ടാണ് നമ്മൾ സമർപ്പിക്കുന്നത്. വിശുദ്ധമായ ഒരു ജീവിതത്തിലേക്കുള്ളൊരു വിളിയാണ് കർത്താവ് ഈ വചനങ്ങളിലൂടെ നമുക്ക് നൽകുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 31-ാം അധ്യായത്തിൽ ശില്പികളെക്കുറിച്ചും സാബത്ത് ആചരണത്തെക്കുറിച്ചും നമ്മൾ വായിക്കുന്നു. ശില്പികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശില്പിയായി ദൈവം തിരഞ്ഞെടുത്തത് ബസാലേൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. യൂദാ വംശത്തിൽപ്പെട്ട ഹൂറിൻ്റെ മകനായ ഊറിയുടെ മകനാണ് ബസാലേൽ. സാമർഥ്യവും ബുദ്ധിശക്തിയും ദൈവിക ചൈതന്യവും നിറഞ്ഞ, എല്ലാത്തരം ശില്പവേലകളിലുള്ള വൈദഗ്ധ്യവും നിറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു ബസാലേൽ. ബസാലേലിനെ സഹായിക്കാൻ വിവിധ ഗോത്രങ്ങളിൽ നിന്ന് മറ്റു ശില്പികളെയും ദൈവം തിരഞ്ഞെടുത്തതായി നമ്മൾ ഈ വചനഭാഗത്ത് വായിക്കുന്നു. 2-ാം ഭാഗം സാബത്ത് ആചരണത്തെക്കുറിച്ചുള്ള ഭാഗമാണ്. സാബത്ത് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇസ്രായേൽ ജനത്തിൻ്റെയും മധ്യയുള്ള ഒരു ശാശ്വതമായ അടയാളമായിട്ടാണ് സാബത്ത് ആചരണത്തെക്കുറിച്ച് വചനം പങ്കുവയ്ക്കുന്നത്. അതൊരു വിശുദ്ധമായ ദിനമാണ്. അന്നേ ദിവസം ജോലികൾ ഏർപ്പെടരുത്, ആ ദിനത്തെ അശുദ്ധമാക്കുന്നവൻ വധിക്കപ്പെടണം എന്നൊക്കെയുള്ള വളരെ ഇഷ്ടമായ കൽപ്പനകളാണ് കർത്താവ് ഈ സാബത്ത് ആചരണത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നത്. സാബത്ത് ആചരണത്തിലൂടെ കർത്താവ് 6 ദിവസം ജോലി ചെയ്ത് സൃഷ്ടികർമ്മം നടത്തി 7-ാം ദിവസം വിശ്രമിച്ചതിൻ്റെ അടയാളം കൂടിയാണ് ഈ സാബത്ത് ആചരണം. ഇനി നിറഞ്ഞവരെ, ഈ വചനഭാഗത്തിലൂടെ തമ്പുരാൻ നമുക്ക് നൽകുന്ന സന്ദേശം, നമ്മൾ ഞായറാഴ്ച ആചരണത്തിൻ്റെ പ്രാധാന്യത്തെ നമുക്ക് ഈ വചനങ്ങളുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്തി ചിന്തിക്കാൻ സാധിക്കും. എന്തുമാത്രം ആഗ്രഹത്തോടെ താല്പര്യത്തോടെ ദൈവാരാധനയിൽ നമ്മൾ പങ്കുചേരണം. നമ്മുടെ സമയത്തിൻ്റെ ദശാംശം നമ്മൾ കർത്താവിന് കൊടുക്കണം. മാത്രമല്ല, നമ്മുടെ അന്നേ ദിവസം പൂർണ്ണമായും ഒരു ആത്മീയമായ ചൈതന്യത്തിൽ കാരുണ്യ പ്രവർത്തികളിൽ നിറഞ്ഞ ദിനമായിട്ട് മാറണമെന്ന്
കൃത്യമായി വചനങ്ങളുടെ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ 31 അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ കർത്താവ് ഈ കൽപ്പനകളെല്ലാം തന്നെ സ്വന്തം വിരൽ കൊണ്ട് എഴുതി 2 കൽപ്പലകളായിട്ട് സീനായി മലമുകളിൽ വെച്ച് മോശയ്ക്ക് നൽകുന്നതോടുകൂടിയാണ് 31 അധ്യായം അവസാനിക്കുന്നത്. ലേവ്യരുടെ പുസ്തകം 22 അധ്യായത്തിൽ ബലിവസ്തു ഭോജനത്തെക്കുറിച്ചുള്ള നിയമങ്ങളാണ് പറയുന്നത്. സ്നാനം ചെയ്തല്ലാതെ ബലിവസ്തുക്കൾ ഭക്ഷിക്കരുത് എന്ന് വ്യക്തമായി കർത്താവ് ഇസ്രായേൽ ജനത്തോട് കൽപ്പിക്കുന്നു. വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിക്കുമ്പോൾ ശരീരശുദ്ധിയും ആന്തരിക ശുദ്ധിയും എത്രയോ പ്രാധാന്യമുള്ളതാണെന്ന് കർത്താവ് ഈ വചനങ്ങളിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. പുരോഹിതനല്ലാതെ അന്യർക്ക് ആർക്കും തന്നെ ഈ വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിക്കാൻ അനുവാദമില്ല. അംഗഭംഗമുള്ളതോ ന്യൂനത ഉള്ളതായ ഒന്നും തന്നെ കർത്താവിന് കാഴ്ചവെക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അത് സ്വീകാര്യമാവുകയില്ല. കർത്താവിൻ്റെ പരിശുദ്ധി പ്രഘോഷിക്കപ്പെടേണ്ടതാകിയാൽ കർത്താവിൻ്റെ നാമത്തെ എപ്പോഴും വിശുദ്ധമായി സൂക്ഷിക്കണമെന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ വചനഭാഗം സമാപിക്കുന്നത്. 115 സങ്കീർത്തനത്തിൽ കർത്താവിൻ്റെ വിശ്വസ്തതയും കാരുണ്യത്തെയും പ്രതി കർത്താവിൻ്റെ നാമത്തിന് മഹത്വം നൽകുക എന്ന് സങ്കീർത്തകൻ നമ്മോട് പറയുന്നു. കർത്താവിൻ്റെ കാരുണ്യത്തെ, വിശ്വസ്തതയെ ധ്യാനിക്കുക, എപ്പോഴും കർത്താവിനെ സ്തുതിക്കുക, എന്നേക്കും സ്തുതിക്കുക. കർത്താവിൻ്റെ ഭക്തർ കർത്താവിൽ ആശ്രയിച്ച് അവിടുത്തെ നാമത്തെ പരിശുദ്ധമായി പ്രഘോഷിക്കുക. പ്രിയ നിറഞ്ഞവരെ, കർത്താവിൻ്റെ നാമത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് ലേവ്യരുടെ പുസ്തകവും 115 സങ്കീർത്തനവും ഇതാ വീണ്ടും ആവർത്തിക്കുമ്പോൾ കർത്താവിൻ്റെ നാമം വഹിക്കുന്നവരായ നാം ഓരോരുത്തരും എന്തുമാത്രം ആ നാമത്തിന് മഹത്വം നൽകിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ധ്യാനിക്കുന്നത് വളരെ നല്ലതാണ്. പലപ്പോഴും നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ മഹത്വമാണ് പല കാര്യങ്ങൾക്കും പിറകിലുള്ളത്. സങ്കീർത്തകനും ലേവ്യരുടെ പുസ്തകവും ഒരുപോലെ നമ്മെ ഓർപ്പിക്കുന്നു, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിന് മഹത്വമുണ്ടാകണം. പ്രിയ നിറഞ്ഞവരെ, ഈ വചന പഠന പാരായണത്തിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ നാമത്തിന് മഹത്വം നൽകിക്കൊണ്ട് ജീവിതത്തെ നയിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അധ്യായം 30. ധൂപാർപ്പണത്തിനായി കരുവേല മരം കൊണ്ട് ഒരു ബലിപീഠം പണിയണം. അത് സമചതുരമായിരിക്കണം. നീളവും വീതിയും 1 മുഴം, ഉയരം 2 മുഴം. കൊമ്പുകൾ അതിനോട് ഒന്നായി ചേർന്നിരിക്കണം. മുകൾ ഭാഗവും വശങ്ങളും കൊമ്പുകളും തങ്കം കൊണ്ട് പൊതിയണം. മുകൾ വശത്ത് ചുറ്റിലും സ്വർണം കൊണ്ടുള്ള അരികുപാളി പിടിപ്പിക്കണം. അതിന് കീഴെ 2 മൂലകളിലും ഓരോ സ്വർണവളയം പിടിപ്പിക്കണം. മറുവശത്തും ഇപ്രകാരം ചെയ്യണം. അവ പീഠത്തെ വഹിക്കാനുള്ള തണ്ടുകൾ ഇടുന്നതിനാണ്. തണ്ടുകൾ കരുവേല മരം കൊണ്ടുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിയണം. ഞാൻ നിന്നെ സന്ദർശിക്കുന്ന സ്ഥലമായ സാക്ഷ്യപേടകത്തിന് മുകളിലുള്ള കൃപാസനത്തിൻ്റെയും സാക്ഷ്യപേടകത്തെ മറയ്ക്കുന്ന തിരശ്ശീലയുടെയും മുൻപിൽ അത് സ്ഥാപിക്കണം. ഓരോ പ്രഭാതത്തിലും വിളക്കുകൾ ഒരുക്കുമ്പോൾ അഹറോൻ പീഠത്തിന്മേൽ പരിമളദ്രവ്യങ്ങൾ പുകയ്ക്കണം. സായാഹ്നത്തിൽ ദീപം കൊളുത്തുമ്പോഴും അവൻ അതിന്മേൽ പരിമളദ്രവ്യങ്ങൾ പുകയ്ക്കട്ടെ. തലമുറ തോറും എന്നേക്കും കർത്താവിൻ്റെ മുൻപിൽ ഈ ധൂപാർപ്പണം നടക്കണം. അവിശുദ്ധ ധൂപമോ ദഹനബലിയോ ധാന്യബലിയോ അതിന്മേൽ നീ അർപ്പിക്കരുത്. ദ്രാവക നൈവേദ്യവും ഒഴിക്കരുത്. പാപപരിഹാര ബലിയുടെ രക്തം കൊണ്ട് വർഷത്തിലൊരിക്കൽ അഹറോൻ അതിൻ്റെ കൊമ്പുകളിൽ പരിഹാരകർമ്മം അനുഷ്ഠിക്കണം. തലമുറ തോറും ഇപ്രകാരം ചെയ്യണം. ഇത് കർത്താവിന് അതിവിശുദ്ധമാണ്. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, ഇസ്രായേലിൽ ജനസംഖ്യ കണക്കെടുക്കുമ്പോൾ തങ്ങളുടെ ഇടയിൽ മഹാമാരി ഉണ്ടാകാതിരിക്കാൻ ഓരോരുത്തരും തങ്ങളുടെ ജീവന് വേണ്ടി കർത്താവിന് മോചനദ്രവ്യം കൊടുക്കണം. ജനസംഖ്യ കണക്കിൽ ഉൾപ്പെടുന്ന ഓരോ വ്യക്തിയും വിശുദ്ധ മന്ദിരത്തിൽ നിലവിലുള്ള കണക്കനുസരിച്ച് 1/2 ഷെക്കൽ വീതം കർത്താവിന് കാണിക്കയായി കൊടുക്കണം. 1 ഷെക്കൽ 20 ഗേര. ജനസംഖ്യ കണക്കിൽ ഉൾപ്പെടുന്ന 20 വയസ്സും അതിനുമേലും പ്രായമുള്ള ഓരോ വ്യക്തിയും ഈ കാണിക്ക കർത്താവിന് നൽകണം. പാപപരിഹാരത്തിനായി കർത്താവിന് ഈ കാണിക്ക നൽകുമ്പോൾ 1/2 ഷെക്കൽ മാത്രമേ നൽകാവൂ. ധനികൻ കൂടുതലോ
ദരിദ്രൻ കുറവോ കൊടുക്കാൻ പാടില്ല. ഇസ്രായേൽ ജനത്തിൽ നിന്ന് പാപപരിഹാര തുക സ്വീകരിച്ച് സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കണം. അങ്ങനെ നിങ്ങൾക്ക് പാപപരിഹാരത്തിന് ഉതകും വിധം അത് ഇസ്രായേൽ ജനത്തെ കർത്താവിന്റെ സ്മരണയിൽ കൊണ്ടുവരും. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു. ഓടുകൊണ്ട് ഒരു ക്ഷാളന പാത്രം നിർമ്മിക്കണം. അതിന്റെ പീഠവും ഓടുകൊണ്ടുള്ളതായിരിക്കണം. അത് സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും ഇടയ്ക്ക് വെക്കണം. അതിൽ വെള്ളമൊഴിക്കണം. അഹറോനും പുത്രന്മാർക്കും കൈകാലുകൾ കഴുകുന്നതിനു വേണ്ടിയാണത്. അവർ സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുകയോ ശുശ്രൂഷയ്ക്കായി ബലിപീഠത്തെ സമീപിച്ച് കർത്താവിന് ദഹനബലി അർപ്പിക്കുകയോ ചെയ്യുമ്പോൾ കൈകാലുകൾ കഴുകണം. അല്ലെങ്കിൽ അവർ മരിക്കും. മരിക്കാതിരിക്കുന്നതിന് അവർ കൈകാലുകൾ കഴുകണം. ഇതവർക്ക് എന്നേക്കുമുള്ളൊരു കൽപ്പനയാണ്. അവനും അവന്റെ സന്തതികൾക്കും തലമുറ തോറുമുള്ള കൽപ്പന. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു. മികച്ച സുഗന്ധദ്രവ്യങ്ങൾ എടുക്കുക. വിശുദ്ധ മന്ദിരത്തിൽ നിലവിലിരിക്കുന്ന ഷെക്കലിന്റെ കണക്കനുസരിച്ച് 500 ഷെക്കൽ ശുദ്ധമായ മീറയും 250 ഷെക്കൽ സുഗന്ധമുള്ള കറുവാപ്പട്ടയും 250 ഷെക്കൽ സുഗന്ധ സസ്യവും 500 ഷെക്കൽ അമരിപ്പട്ടയും 1 ഹിൻ ഒലിവെണ്ണയും എടുക്കുക. സുഗന്ധ തൈലങ്ങൾ നിർമ്മിക്കുന്ന വിദഗ്ധനെ പോലെ ഇവയെല്ലാം കൂട്ടിക്കലർത്തി ഒരു വിശുദ്ധ തൈലമുണ്ടാക്കണം. അത് വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കും. സമാഗമ കൂടാരവും സാക്ഷ്യപേടകവും അതുകൊണ്ട് അഭിഷേകം ചെയ്യണം. മേശയും വിളക്കുകാലും അവയുടെ ഉപകരണങ്ങളും ധൂപപീഠവും ദഹനബലിപീഠവും ഉപകരണങ്ങളും ക്ഷാളന പാത്രവും അതിന്റെ പീഠവും നീ അഭിഷേചിക്കണം. ഏറ്റവും പരിശുദ്ധമാകേണ്ടതിന് അവയെ നീ വിശുദ്ധീകരിക്കണം. അവയെ സ്പർശിക്കുന്നതെല്ലാം വിശുദ്ധമാകും. പുരോഹിതരായി എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി അഹറോനെയും പുത്രന്മാരെയും അഭിഷേകം ചെയ്യുകയും വേർതിരിച്ചു നിർത്തുകയും ചെയ്യുക. നീ ഇസ്രായേൽക്കാരോട് പറയണം, ഇത് തലമുറ തോറും എനിക്കായുള്ള അഭിഷേക തൈലമായിരിക്കും. ഇത് സാധാരണക്കാരുടെ മേൽ ഒഴിക്കരുത്. കൂട്ടുവസ്തുക്കൾ ഈ കണക്കിൽ ചേർത്ത് മറ്റൊരു തൈലം ഉണ്ടാക്കുകയുമരുത്. ഇത് വിശുദ്ധമാണ്. നീ ഇതിനെ വിശുദ്ധമായി കരുതണം. ആരെങ്കിലും ഇതുപോലൊരു ചേരുവ ഉണ്ടാക്കുകയോ സാധാരണക്കാരന്റെ മേൽ ഒഴിക്കുകയോ ചെയ്താൽ അവൻ തന്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു. ദേവദാരു തൈലം, നറുംബശ, ഗുൽഗുലു, കുന്തുരുക്കം എന്നീ സുഗന്ധദ്രവ്യങ്ങൾ സമമായി എടുക്കുക. സുഗന്ധ തൈലം നിർമ്മിക്കുന്ന വിദഗ്ധനെ പോലെ ഇവയെല്ലാം കൂട്ടിക്കലർത്തി ഉപ്പും ചേർത്ത് ധൂപാർപ്പണത്തിനുള്ള വിശുദ്ധമായ സുഗന്ധദ്രവ്യമുണ്ടാക്കുക. അതിൽ നിന്ന് കുറെയെടുത്ത് നേർമയായി പൊടിച്ച് ഒരു ഭാഗം ഞാൻ നിങ്ങളെ സന്ദർശിക്കുന്ന സമാഗമ കൂടാരത്തിലെ സാക്ഷ്യപേടകത്തിന്റെ മുൻപിൽ വയ്ക്കുക. അതിനെ ഏറ്റവും പവിത്രമായി കരുതണം. നിങ്ങൾക്ക് വേണ്ടി ഈ ചേരുവ കണക്കനുസരിച്ച് സുഗന്ധദ്രവ്യമുണ്ടാക്കരുത്. കർത്താവിന് വിശുദ്ധമായ ഒന്നായി ഇതിനെ കരുതണം. പരിമളത്തിനു വേണ്ടി ആരെങ്കിലും അതുണ്ടാക്കിയാൽ അവൻ തന്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. അധ്യായം 31. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു. യൂദാ ഗോത്രത്തിൽപ്പെട്ട ഹൂറിന്റെ പുത്രനായ ഊറിയുടെ മകൻ ബസാലേലിനെ ഞാൻ പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു. സാമർത്ഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിലുമുള്ള വൈദഗ്ധ്യവും അവന് ഞാൻ നൽകിയിരിക്കുന്നു. കലാരൂപങ്ങൾ ആസൂത്രണം ചെയ്യുക, സ്വർണം, വെള്ളി, ഓട് എന്നിവ കൊണ്ട് പണിയുക, പതിക്കാനുള്ള രത്നങ്ങൾ ചെത്തി മിനുക്കുക, തടിയിൽ കൊത്തുപണി ചെയ്യുക എന്നിങ്ങനെ എല്ലാത്തരം ശില്പവേലകൾക്കും വേണ്ടിയാണിത്. അവനെ സഹായിക്കാനായി ദാൻ ഗോത്രത്തിൽപ്പെട്ട അഹിസാമാക്കിന്റെ പുത്രൻ ഒഹോലിയാബിനെ ഞാൻ നിയോഗിച്ചിരിക്കുന്നു. ഞാൻ നിന്നോട് കൽപ്പിച്ചതെല്ലാം നിർമ്മിക്കുന്നതിന് എല്ലാ ശില്പവിദഗ്ധന്മാർക്കും പ്രത്യേക സാമർത്ഥ്യം കൊടുത്തിട്ടുണ്ട്. സമാഗമ കൂടാരം, സാക്ഷ്യപേടകം, അതിന്മേലുള്ള കൃപാസനം, കൂടാരത്തിലെ ഉപകരണങ്ങൾ, മേശയും അതിന്റെ ഉപകരണങ്ങളും, വിളക്കുകാലും അതിന്റെ ഉപകരണങ്ങളും, ധൂപപീഠം, ദഹനബലിപീഠവും അതിന്റെ എല്ലാ ഉപകരണങ്ങളും, ക്ഷാളനപാത്രവും അതിന്റെ പീഠവും, ചിത്രത്തുന്നലാൽ അലങ്കൃതമായ വസ്ത്രങ്ങൾ, പുരോഹിതനായ അഹറോന്റെ വിശുദ്ധ വസ്ത്രങ്ങൾ, അവന്റെ പുത്രന്മാർ പുരോഹിത ശുശ്രൂഷ ചെയ്യുമ്പോൾ അണിയേണ്ട വസ്ത്രങ്ങൾ, അഭിഷേക തൈലം, വിശുദ്ധ സ്ഥലത്ത് ധൂപാർപ്പണത്തിന് ഉപയോഗിക്കുന്ന സുഗന്ധദ്രവ്യങ്ങൾ, ഇവയെല്ലാം ഞാൻ നിന്നോട് കൽപ്പിച്ച പ്രകാരം അവർ നിർമ്മിക്കണം. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു. ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങൾ എന്റെ സാബത്ത് സൂക്ഷ്മമായി ആചരിക്കണം. എന്തെന്നാൽ കർത്താവായ ഞാനാണ് നിങ്ങളെ വിശുദ്ധീകരിക്കുന്നതെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി
ഇതെനിക്കും നിങ്ങൾക്കും മധ്യേ തലമുറ തോറും അടയാളമായിരിക്കും. നിങ്ങൾ സാബത്ത് ആചരിക്കണം, കാരണം അത് നിങ്ങൾക്ക് വിശുദ്ധമായ ഒരു ദിവസമാണ്. അതിനെ അശുദ്ധമാക്കുന്നവൻ വധിക്കപ്പെടണം. അന്ന് ജോലി ചെയ്യുന്നവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. 6 ദിവസം ജോലി ചെയ്യണം, എന്നാൽ 7-ാം ദിവസം സാബത്താണ്, കർത്താവിന് വിശുദ്ധമായ വിശ്രമദിനം. സാബത്ത് ദിവസം ജോലി ചെയ്യുന്നവൻ വധിക്കപ്പെടണം. ഇസ്രായേൽ ജനം ശാശ്വതമായ ഒരു ഉടമ്പടിയായി തലമുറ തോറും സാബത്ത് ആചരിക്കണം. ഇത് എനിക്കും ഇസ്രായേൽ ജനത്തിനും മധ്യേ ശാശ്വതമായ ഒരടയാളമാണ്. കർത്താവ് 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിക്കുകയും 7-ാം ദിവസം ജോലിയിൽ നിന്ന് വിരമിച്ച് വിശ്രമിക്കുകയും ചെയ്തതിൻ്റെ അടയാളം. സീനായി മലയിൽ വെച്ച് മോശയോട് സംസാരിച്ചതിനു ശേഷം ഉടമ്പടിയുടെ 2 പ്രതികൾ, തൻ്റെ വിരൽ കൊണ്ടെഴുതിയ 2 കൽപ്പലകകൾ ദൈവം അവന് നൽകി. അധ്യായം 22. കർത്താവ് മോശയോട് കൽപ്പിച്ചു, ഇസ്രായേൽ ജനം എനിക്ക് സമർപ്പിക്കുന്ന വിശുദ്ധ വസ്തുക്കളെ ആദരപൂർവ്വം സമീപിക്കുകയും അങ്ങനെ എന്റെ പരിശുദ്ധ നാമത്തെ അശുദ്ധമാക്കാതിരിക്കുകയും ചെയ്യുവിൻ എന്ന് അഹറോനോടും സന്തതികളോടും പറയുക. ഞാനാണ് കർത്താവ്. നിങ്ങളുടെ സന്തതി പരമ്പരകളിൽ ആരെങ്കിലും അശുദ്ധനായിരിക്കെ ഇസ്രായേൽക്കാർ കർത്താവിന് സമർപ്പിച്ച വിശുദ്ധ വസ്തുക്കളെ സമീപിച്ചാൽ അവൻ എന്റെ സന്നിധിയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും. ഞാനാണ് കർത്താവ്. അഹറോന്റെ വംശത്തിൽപ്പെട്ട ആരെങ്കിലും കുഷ്ഠരോഗിയോ ബീജസ്രാവക്കാരനോ ആണെങ്കിൽ അവൻ ശുദ്ധനാകുന്നതുവരെ വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിക്കരുത്. ബീജസ്രാവമുള്ളവനും മരിച്ചവനെയോ ഇഴജന്തുവിനെയോ മനുഷ്യനിലുള്ള ഏതെങ്കിലും മാലിന്യത്തെയോ സ്പർശിച്ച് അശുദ്ധനായവനും വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. സ്നാനം ചെയ്തല്ലാതെ അവൻ വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിക്കരുത്. സൂര്യനസ്തമിക്കുമ്പോൾ അവൻ ശുദ്ധിയുള്ളവനായിരിക്കും. അതിനുശേഷം അവന് വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിക്കാം. എന്തെന്നാൽ അത് അവന്റെ ഭക്ഷണമാണ്. ചത്തതോ കാട്ടുമൃഗങ്ങൾ കൊന്നതോ ആയ ഒരു മൃഗത്തെയും ഭക്ഷിച്ച് അവർ മാലിന്യമേൽക്കരുത്. ഞാനാണ് കർത്താവ്. പാപം ചെയ്യാതിരിക്കുന്നതിനും വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കി മരിക്കാതിരിക്കുന്നതിനുമായി അവർ എൻ്റെ കൽപ്പന അനുസരിക്കണം. കർത്താവായ ഞാനാണ് അവരെ വിശുദ്ധീകരിക്കുന്നത്. അന്യർ ആരും വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിക്കരുത്. പുരോഹിതന്റെ അടുക്കൽ വന്ന് വസിക്കുന്നവനോ കൂലിവേലക്കാരനോ അത് ഭക്ഷിക്കരുത്. എന്നാൽ പുരോഹിതൻ വിലയ്ക്ക് വാങ്ങുകയോ അവന്റെ ഭവനത്തിൽ ജനിക്കുകയോ ചെയ്ത അടിമകൾക്ക് അത് ഭക്ഷിക്കാം. പുരോഹിതന്റെ മകൾ പുരോഹിതേതര കുടുംബത്തിൽ വിവാഹിതയായാൽ അവൾ വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിച്ചുകൂടാ. എന്നാൽ പുരോഹിതന്റെ മകൾ വിധവയോ ഉപേക്ഷിക്കപ്പെട്ടവളോ ആയി സന്തതികളില്ലാതെ യൗവനത്തിൽ എന്ന പോലെ പിതൃഭവനത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ പിതാവിന്റെ ഓഹരി അവൾക്ക് ഭക്ഷിക്കാം. അന്യർ അത് ഭക്ഷിച്ചുകൂടാ. ആരെങ്കിലും അറിയാതെ വിശുദ്ധ വസ്തു ഭക്ഷിച്ചു പോയാൽ അതിന്റെ വിലയുടെ 1/5 ഭാഗം കൂടി ചേർത്ത് പുരോഹിതനെ ഏൽപ്പിക്കണം. ഇസ്രായേൽ ജനം തങ്ങളുടെ കർത്താവിന് സമർപ്പിച്ച വിശുദ്ധ വസ്തുക്കളൊന്നും പുരോഹിതൻ അശുദ്ധമാക്കരുത്. വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിച്ചു തങ്ങളുടെ മേൽ അകൃത്യത്തിന്റെ കുറ്റം വരുത്തി വെക്കരുത്. എന്തെന്നാൽ കർത്താവായ ഞാനാണ് അവയെ വിശുദ്ധീകരിക്കുന്നത്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, അഹറോനോടും പുത്രന്മാരോടും ഇസ്രായേൽ ജനത്തോടും പറയുക, ഇസ്രായേൽ ഭവനത്തിലോ ഇസ്രായേലിലെ പരദേശികളിലോ ഉള്ള ആരെങ്കിലും കർത്താവിന് ദഹനബലിയായി നേർച്ചയോ സ്വാഭീഷ്ട കാഴ്ചയോ സമർപ്പിക്കുമ്പോൾ അത് സ്വീകാര്യമാകണമെങ്കിൽ കാഴ്ചവെക്കുന്നത് മാടുകളിലോ ചെമ്മരിയാടുകളിലോ കോലാടുകളിലോ നിന്നെടുത്ത ഊനമറ്റ ഒരു ആൺമൃഗമായിരിക്കണം. ന്യൂനതയുള്ള ഒന്നിനെയും കാഴ്ചവെക്കരുത്, അത് സ്വീകാര്യമാകുകയില്ല. ആരെങ്കിലും കർത്താവിന് നേർച്ചയും സ്വാഭീഷ്ട കാഴ്ചയും സമാധാന ബലിയായി അർപ്പിക്കുമ്പോൾ അത് സ്വീകാര്യമാകണമെങ്കിൽ കാലിക്കൂട്ടത്തിലോ ആട്ടിൻകൂട്ടത്തിലോ നിന്നെടുത്ത ഊനമറ്റ മൃഗത്തെ കാഴ്ചവെക്കണം. അതിന് ഒരു ന്യൂനതയും ഉണ്ടായിരിക്കരുത്. അന്ധതയുള്ളതോ അംഗഭംഗം സംഭവിച്ചതോ മുടന്തുള്ളതോ എന്തെങ്കിലും വ്രണമോ തടിപ്പോ പുഴുക്കടിയോ ഉള്ളതോ ആയ ഒന്നിനെയും കർത്താവിന് സമർപ്പിക്കരുത്. ഇവയെ കർത്താവിന്റെ ബലിപീഠത്തിൽ ദഹനബലിയായി അർപ്പിക്കരുത്. അവയവങ്ങളിൽ എന്തെങ്കിലും കുറവോ കൂടുതലോ ഉള്ള കാളയെയോ ആടിനെയോ സ്വാഭീഷ്ട കാഴ്ചയായി അർപ്പിക്കാം. എന്നാൽ നേർച്ചയായി അത് സ്വീകാര്യമല്ല. വൃഷണങ്ങൾ ഉടച്ചതോ ചതച്ചതോ എടുത്ത് കളഞ്ഞതോ മുറിച്ചതോ ആയ മൃഗത്തെ നിങ്ങളുടെ ദേശത്ത് വെച്ച് കർത്താവിന് കാഴ്ചവെക്കരുത്. വിദേശികളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഇത്തരം ഒരു മൃഗത്തെയും നിങ്ങളുടെ ദൈവത്തിന് ഭോജനബലിയായി അർപ്പിക്കരുത്. അവയ്ക്ക് ന്യൂനതയുണ്ട്, അംഗഭംഗമുള്ളതാകയാൽ അവ സ്വീകാര്യമല്ല. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു കാളയോ ചെമ്മരിയാടോ കോലാടോ ജനിച്ചാൽ അത് തള്ളയോടുകൂടെ 7 ദിവസം നിൽക്കട്ടെ. 8-ാം ദിവസം മുതൽ കർത്താവിന് ദഹനബലിക്ക് അത് സ്വീകാര്യമായിരിക്കും. പശുവോ പെണ്ണാടോ എന്തു തന്നെയായാലും തള്ളയെയും കുട്ടിയെയും
ഒരേ ദിവസം തന്നെ കൊല്ലരുത്. കൃതജ്ഞതാ ബലിയർപ്പിക്കുമ്പോൾ കർത്താവിന് സ്വീകാര്യമാകുന്ന വിധത്തിൽ വേണം അതർപ്പിക്കാൻ. അത് അന്ന് തന്നെ ഭക്ഷിക്കണം. അതിലൊട്ടും പിറ്റേ ദിവസം രാവിലെ വരെ ശേഷിക്കരുത്. ഞാനാണ് കർത്താവ്. നിങ്ങൾ എൻ്റെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിക്കുവിൻ. ഞാനാണ് കർത്താവ്. ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ എൻ്റെ പരിശുദ്ധി പ്രഘോഷിക്കപ്പെടേണ്ടതാകയാൽ നിങ്ങൾ എൻ്റെ വിശുദ്ധനാമത്തെ അശുദ്ധമാക്കരുത്. നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് ഞാനാണ്. നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് ഞാനാണ് ഈജിപ്ത് ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്നത്. ഞാനാണ് കർത്താവ്. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് എന്ന ഉറപ്പ് പ്രകടിപ്പിക്കുന്ന 115 സങ്കീർത്തകനോടൊത്ത് സത്യേക ദൈവത്തെ നമുക്ക് പാടിപ്പുകഴ്ത്താം. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയെയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. അവരുടെ ദൈവമെവിടെയെന്ന് ജനതകൾ പറയാൻ ഇടയാക്കുന്നതെന്തിന്? നമ്മുടെ ദൈവം സ്വർഗത്തിലാണ്. തനിക്കിഷ്ടമുള്ളതെല്ലാം അവിടുന്നു ചെയ്യുന്നു. അവരുടെ വിഗ്രഹങ്ങൾ സ്വർണവും വെള്ളിയുമാണ്, മനുഷ്യരുടെ കരവേലകൾ മാത്രം. അവയ്ക്കു വായുണ്ട്, എന്നാൽ മിണ്ടുന്നില്ല. കണ്ണുണ്ട്, എന്നാൽ കാണുന്നില്ല. അവയ്ക്കു കാതുണ്ട്, എന്നാൽ കേൾക്കുന്നില്ല. മൂക്കുണ്ട്, എന്നാൽ മണത്തറിയുന്നില്ല. അവയ്ക്കു കൈയുണ്ട്, എന്നാൽ സ്പർശിക്കുന്നില്ല. കാലുണ്ട്, എന്നാൽ നടക്കുന്നില്ല. അവയുടെ കണ്ഠത്തിൽ നിന്ന് സ്വരമുയരുന്നില്ല. അവയെ നിർമ്മിക്കുന്നവർ അവയെ പോലെയാണ്. അവയിൽ ആശ്രയിക്കുന്നവരും അതുപോലെ തന്നെ. ഇസ്രായേലേ, കർത്താവിൽ ആശ്രയിക്കുവിൻ. അവിടുന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം. അഹറോന്റെ ഭവനമേ, കർത്താവിൽ ശരണം വയ്ക്കുവിൻ. അവിടുന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം. കർത്താവിൻ്റെ ഭക്തരേ, കർത്താവിൽ ആശ്രയിക്കുവിൻ. അവിടുന്നാണ് നിങ്ങളുടെ
സഹായവും പരിചയും. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും. അഹരോന്റെ ഭവനത്തെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ ഭക്തന്മാരെ, ചെറിയവരെയും വലിയവരെയും അവിടുന്ന് അനുഗ്രഹിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആകാശം കർത്താവിനു മാത്രമുള്ളത്, എന്നാൽ ഭൂമി അവിടുന്ന് മനുഷ്യ മക്കൾക്ക് നൽകിയിരിക്കുന്നു. മരിച്ചവരും നിശബ്ദതയിൽ ആണ്ടുപോയവരും കർത്താവിനെ സ്തുതിക്കുന്നില്ല. എന്നാൽ നമ്മൾ ഇന്നുമെന്നേക്കും കർത്താവിനെ സ്തുതിക്കും. കർത്താവിനെ സ്തുതിക്കുവിൻ.